ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയരാജന് മറുപടിയുമായി ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ. ജയരാജൻ ആദ്യം കോൺഗ്രസ് ചരിത്രം പഠിക്കണമെന്നും വേണുഗോപാൽ. കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെ ആണ് സുരേഷ് ഗോപി തൃശൂർ കട്ടെടുത്തതാണെന്ന പരാമർശം ജയരാജൻ നടത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ മറുപടിയായി രംഗത്ത് വന്നു. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഏത് ചോട്ടാ നേതാവിനും ഇപ്പൊ ഇന്ന് അവരുടെ അണികളുടെ ഇടയിൽ ആളാവാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് തെറ്റില്ല. പക്ഷേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കും. ഈ കള്ളവോട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരാൾ ഇല്ലാത്ത ആളുടെ ഒരു പേരിൽ വോട്ട് ചെയ്താൽ അത് കള്ളവോട്ടാണ്. ഒരു വോട്ടർ 2 സ്ഥലത്ത് വോട്ട് ചെയ്താൽ അത് കള്ളവോട്ടാണ്. ഒരു വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാവുകയും ആ സ്ഥലത്ത് മാത്രം വോട്ട് ചെയ്യുകയും ചെയ്താൽ അതിന് കള്ളവോട്ട് എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് വേറെ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാകാം, പക്ഷേ അദ്ദേഹം 2 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു സ്ഥലത്താണ് വോട്ട് ചെയ്തത്. അതിനെങ്ങനെയാണ് കള്ളവോട്ട് എന്ന് പറയുക? മാത്രമല്ല, ഇത്തരം കള്ളവോട്ടുകൾ കണ്ടുപിടിക്കാൻ, ക്രമക്കേടുകൾ കണ്ടുപിടിക്കാൻ BLOമാരെ ഗവൺമെന്റാണ് നിയമിക്കുന്നത്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ടല്ല, അതിനുള്ള ഉദ്യോഗസ്ഥന്മാര് അതാത് സംസ്ഥാനങ്ങളാണ് നിശ്ചയിക്കപ്പെടുന്നത്. ആ സംസ്ഥാനങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരായുള്ള BLOമാര് ഇതിലുള്ള തെറ്റുകൾ തിരുത്താനും നീക്കം ചെയ്യാനും അവർക്ക് അതിന് പൂർണ്ണമായ അധികാരം. അവരത് ചെയ്തിട്ടില്ല. രണ്ടാമത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ BLAമാർ എന്നുള്ള പേരിലും അവർക്കും ഈ പരിശോധന നടത്താൻ പറ്റും. ഇപ്പോ സുരേഷ് ഗോപിക്ക് എതിരെ വന്നിട്ടുള്ള വികാരം അത് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഉണ്ടാക്കുന്ന ഒരു വികാരം. കാരണം ഇവിടുത്തെ വിജയം, BJPയുടെ വിജയം ഒരിക്കലും അംഗീകരിക്കാൻ ഈ 2 മുന്നണികൾക്കും കഴിയില്ല. ജനാധിപത്യത്തെ കുറിച്ച് ഇവർ വാതോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ജനാധിപത്യപരമായി അധികാരത്തിൽ കയറുന്ന ആളുകളെ കോൺഗ്രസുകാർക്ക് എന്നും അംഗീകരിക്കാൻ കഴിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയും സ്ഥിതി അതാണ്. ഇവിടുത്തെ ജയരാജന്മാരുടെ കാലമാണ് ഇപ്പോൾ. ഒറ്റപ്പാലത്തെ ജയരാജൻ അറിയുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇന്ദിരാഗാന്ധിയാണ് വോട്ട് കള്ളത്തരത്തിന്റെ പേരിൽ, വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തിയതിന്റെ പേരിൽ, ജനാധിപത്യത്തെ തകർത്തതിന്റെ പേരിൽ അവർക്കെതിരെ കോടതി നടപടിയെടുത്തത്. വേറെ ആരുടെ പേരിലല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ ബാക്കോട്ട് പോയ അല്ലെങ്കിൽ തോറ്റ 40 മണ്ഡലങ്ങൾ പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ BJPയുടെ തോറ്റുള്ള മണ്ഡലങ്ങൾ പരിശോധിക്കണ്ടേ? ഇലക്ഷൻ കമ്മീഷൻ എല്ലാം പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ അതിന് തയ്യാറാവുന്നില്ല. ഇപ്പൊ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് സത്യമാണ്. അത് പല ഭാഗത്തു നിന്നും അവിടെ ജോലിക്കായിട്ടോ മറ്റു പല കാര്യങ്ങളും തൃശ്ശൂർ പോയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ അവരവിടെ വോട്ട് ചേർത്തിട്ടുണ്ടാവും. ഇവരെ മുഴുവൻ BJP ഓഫീസിൽ നിന്നല്ലല്ലോ വോട്ട് ചേർക്കും. ആ വോട്ട് ചേർക്കുന്ന ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് തെറ്റാണെങ്കിൽ, ഇത്തരത്തിലുള്ള ആളുകൾ 2 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് BJPക്കാരനാണെങ്കിൽ പോലും നടപടി എടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. അതേസമയത്ത് 2 വോട്ടർ പട്ടികയിൽ പേരുണ്ട്. അദ്ദേഹം ഒരു ബൂത്തിലാണ് വോട്ടർ പട്ടികയുള്ള ബൂത്തിലാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ളത് BJP എന്നല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിലും അവന്റെ പേരിൽ നടപടി എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ കോടതി നടപടികൾ നേരിട്ടത് BJP നേതാക്കളല്ലെന്നും കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധി ആണെന്നുമുള്ള ചരിത്രം കോൺഗ്രസ് മറക്കരുതെന്നും വേണുഗോപാൽ പറഞ്ഞു. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് സുരേഷ് ഗോപിയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് ഈ രാഷ്ട്രീയ സമൂഹത്തിന് മോശമാണ്. രാഷ്ട്രീയ നേതാക്കന്മാര് എന്തും വിളിച്ചു പറയുന്ന ആളുകളായിട്ട് മാറാൻ പാടില്ല. മറ്റൊരു കാര്യം കാണുന്നത്, എന്തിനാണ് ഈ വിവാദം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ വിവാദം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ നിയമ സംവിധാനങ്ങളെയും നമ്മുടെ മുഴുവൻ സംവിധാനത്തെയും തകർക്കുക എന്നുള്ള ഉദ്ദേശം. തുടർച്ചയായിട്ട് 3 തവണ കോൺഗ്രസിന് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ അവർക്ക് അതിലുണ്ടാകുന്ന വെപ്രാളം, ഇനി ഒരിക്കലും ഇന്ത്യയിലെ ജനങ്ങൾ അവരെ അംഗീകരിക്കില്ല എന്നുള്ള പേടി, അതുകൊണ്ടാണ് എല്ലാ സംവിധാനങ്ങളെയും അവരെതിർക്കുന്നത്. പട്ടാളക്കാർ ചെയ്താൽ അവർ സംശയം പ്രകടിപ്പിക്കുന്നു. ഇന്ത്യ പാക് പ്രശ്നങ്ങളുണ്ടായാൽ അവർ പാകിസ്ഥാന്റെ ഭാഗത്ത് നിൽക്കുന്നു. ജഡ്ജിമാരെ സംശയിക്കുന്നു. അതേപോലെ തന്നെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും സംശയിക്കുന്നു. ഗവർണർമാരെ അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ഭരണഘടനാ സംവിധാനത്തിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഇവർ അവിശ്വസിക്കുകയാണ്. ഇവർക്ക് അനുകൂലമായാൽ ശരിയാണ്, അത് അംഗീകരിക്കും. ഇവർക്ക് അനുകൂലമല്ലെങ്കിൽ അംഗീകരിക്കില്ല. ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഏറ്റവും അവസാനം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആരാണ് ഭരിക്കേണ്ടത് എന്ന് തെരഞ്ഞെടുപ്പിലൂടെയാണ് അറിയുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആ സംവിധാനത്തെ എതിർക്കുന്നതിലൂടെ ഇവിടെ മുഴുവൻ കള്ളത്തരമാണ് നടക്കുക എന്ന് വരുത്തി തീർക്കാൻ
അതിലൂടെ ഒരുപക്ഷെ ബംഗ്ലാദേശിലോ മറ്റു പല ഭാഗത്തും പോയ പോലെ ജനങ്ങളുടെ വലിയൊരു അട്ടിമറിയിലൂടെ ഭരണ സംവിധാനത്തെ മാറ്റുക, ഇതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്.